ഇലിപ്പക്കുളം വെൽഫെയർ അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു. KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇലിപ്പക്കുളം വെൽഫെയർ അസോസിയേഷന്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. നമ്മുടെ ചെറുപ്പക്കാരെ നേരായ വഴിയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് അവരെ നയിക്കുക എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് അവരെ നമ്മൾ കൂടെ ചേർക്കുക എന്നുള്ളതാണ് ഇന്ന് കാലത്തിന്റെ ആവശ്യം. അവരാരും മോശക്കാരല്ല. എത്രയോ പഴയ തലമുറയിലെ ആ പ്രായം കഴിഞ്ഞു പോയവരെക്കാൾ എത്രയോ മിടുക്കന്മാരാണ് അവർ. ഈ ജെൻസി എന്ന് പറയുന്ന നമ്മുടെ പുതിയ തലമുറ പോപ്പുലേഷൻ ടാലന്റഡ് ആണ്. എല്ലാത്തിലും അഭിപ്രായമുള്ളവരാണ് അവർ. ആ അഭിപ്രായങ്ങൾ ധൈര്യപൂർവ്വം പറയാൻ മടി കാണിക്കാത്തവരുമാണ്. പക്ഷേ ആ കഴിവുകളെയും അതിനെയെല്ലാം നേരായ വഴിക്ക് നയിക്കാതിരിക്കാനുള്ള ഒരു വലിയ സംഭവം നമ്മുടെ സമൂഹത്തിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് കരുതിക്കൊണ്ട് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് അവരെ കൂടെ കൊണ്ട് നടന്ന് അവർക്ക് ശക്തി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിന്റെ ചുമതല. അതിന് ഇത്തരം സമൂഹ കൂട്ടായ്മകൾ, അവരെ കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കൂട്ടായ്മകൾ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഈ കൂട്ടായ്മ ഇലപ്പിക്കുളം വെൽഫെയർ അസോസിയേഷൻ വലിയ ഭാഗമാകട്ടെ. ഞാൻ പറയുന്നത് വലിയ പ്രസംഗങ്ങളും പ്രചരണങ്ങൾക്കും ഒപ്പരത്തായി അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന സാമൂഹ്യ സേവനത്തിൽ അവരെ പങ്കാളികളാക്കിക്കൊണ്ട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിച്ചെടുത്തുകൊണ്ട് അത് അവരെ നാടിനെ ബോധ്യപ്പെടുത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ഇടപെടലുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് കഴിയും. ഇപ്പം വയോജനങ്ങളുടെ കാര്യം ഇപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും വയസ്സാകാൻ പോകുന്നവരാണ്. ആർക്കും വയസ്സാവാതെ അമരത്വമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ വാർദ്ധക്യം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ആ കാത്തിരിക്കുന്ന വാർദ്ധക്യകാലം എങ്ങനെയിരിക്കുന്ന ഭയമാണ് ചിലപ്പോൾ പലപ്പോഴും നമ്മളെല്ലാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓർമ്മിച്ചു പോകുന്നത്. കാരണം പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമാണ് ഇന്ന്. നമ്മുടെ വർത്തമാനകാല ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിന്റെ എല്ലാവിധമായിട്ടുള്ള തെറ്റായ അംശങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ആഹാരത്തിലൂടെ, വ്യായാമമില്ലായ്മയിലൂടെ, ഉറക്കമില്ലായ്മയിലൂടെ, അങ്ങനെ നമ്മുടെ ശരീരം ഏറ്റുവാങ്ങുന്ന ഈ പറയുന്ന എല്ലാ പരിചിതമല്ലാത്ത കാര്യങ്ങളും കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്ട് ഇതെല്ലാം പ്രായമാകുമ്പോൾ നമ്മളിലേക്ക് വേട്ടയാടപ്പെടുമെന്നതിന് സംശയമില്ല. പ്രഥമ അഡ്വക്കേറ്റ് ഹാമിദ് എസ് വടുതല പുരസ്കാരം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP-യിൽ നിന്നും കൊല്ലം TKM ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ TK ഷഹാൽ ഹസൻ മുസ്ലിയാർ ഏറ്റുവാങ്ങി. അസോസിയേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് NM നസീർ അധ്യക്ഷത വഹിച്ചു. ഇലിപ്പക്കുളം ചീഫ് ഇമാം AJ ഹുസൈൻ ഭാഗവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G രമേശ് കുമാർ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജവഹർ ഹാമിദ് സമ്മാനദാനവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം B രാജലക്ഷ്മി, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ M ഹാഷിർ, M മനോജ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A പ്രഭ, പഞ്ചായത്ത് അംഗം ഷാദിയ നൌഷാദ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഫസൽ നഗറൂർ, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാജീവ് കടകംപള്ളിയിൽ, CJ വാഹിദ് ചെങ്ങാപ്പള്ളിയിൽ, മൻസൂർ മാബ്ലശ്ശേരിൽ, ഇസഡ് ഷാജഹാൻ, K നിസാമുദ്ദീൻ, ഡോക്ടർ സൈജു കാലിദ്, നിയാസ് പൂയപ്പള്ളിൽ, യാസിൻ വല്ലാറ്റിൽ, സൽമാൻ പൊന്നേറ്റിൽ, റഷീദ് മണ്ണാമ്പറമ്പിൽ, ഇലിപ്പക്കുളം ജമാഅത്ത് പ്രസിഡന്റ് ഷുഹൈബ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി ഷാനവാസ് താന്നിക്കൽ, അഡ്വക്കേറ്റ് E നാസർ, അബ്ദുൾ ലത്തീഫ് കൂടാരത്തിൽ, അൻസാരി പാറക്കൽ, വാഹിദ് കറ്റാനം, സലീം കൊച്ചുകുറ്റിയിൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.